ഹായ്. അപ്പം ഇന്നും അതുപോലെ 8 മണിക്ക് തന്നെ ഡ്യൂട്ടി. അപ്പം ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡിയായി ഇരിക്കുകയാണ്. രാവിലെ കാപ്പിയൊന്നും കഴിച്ചില്ല, കാപ്പി ഉണ്ടാക്കിയില്ല, കാപ്പി വേണ്ടായിരുന്നു. ഞാൻ മുട്ട പുഴുങ്ങി കഴിച്ചായിരുന്നു. പിന്നെ കസ്റ്റമറിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെന്നിട്ട് ആ കൊച്ചിന് ഞാനാണ് ചായ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ചായ കുടിക്കാം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചായ രാവിലെ ഇട്ടില്ല. എൻ്റെ രശ്മിക്ക് 7 മണിക്ക് വേണം, അവൾക്കും ചായ വേണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് മാത്രമായിട്ട് ഇട്ടില്ല. ഞാൻ പിന്നെ രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ വെള്ളം കുടിക്കും. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പോകാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ ചന്ദനത്തിരിയെ കത്തിച്ചേക്കാണ്ട് അതിൻ്റെ മുകളിൽ, കബോർഡിൻ്റെ മുകളിൽ വിളക്കെത്തിക്കുന്ന ഒരു തടിയിലൊരിതുണ്ട്. അപ്പോഴത്തേന് ഇവർ നേപ്പാളീസ് അവരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവരെന്തെങ്കിലും വിശേഷമൊക്കെ വരുമ്പോൾ മാത്രമേ അവർ അതെടുക്കൂ. പിന്നെ അതിൻ്റെ അകത്ത് അവർക്കുള്ള പിന്നെ കുറേ പൂജാ സാധനങ്ങളും പിന്നെ നമ്മളാ ചന്ദനവും ഒക്കെ അതിലിരിപ്പുണ്ട്. അപ്പോൾ ഞാനും രാവിലെ എഴുന്നേറ്റ് ചന്ദനത്തിരിയെ കത്തിക്കുമായിരുന്നു. പഴയ ക്യാമ്പിലായിരുന്നു. അപ്പോഴിപ്പം ഇവർക്കൊക്കെ കുറച്ച് നമ്മളെ ഇതിൻ്റെ ഒന്നും മണം അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ, ചന്ദനത്തിരിയുടെയൊക്കെ സ്മെല്ല്. നമുക്കത് ഇഷ്ടമാകുമെന്ന് വെച്ചാൽ ഇവർക്കൊന്നും അത് ഇഷ്ടമാവില്ല, അവർക്ക് അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ അതൊക്കെ അങ്ങ് നിർത്തി വെച്ച്. അപ്പം നാട്ടിലായിരുന്നപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തുമായിരുന്നു. ഇവിടെ പിന്നെ നമുക്ക് ആ ശീലങ്ങളൊന്നും പറ്റില്ല. എല്ലാവരും കൂടെ അല്ലേ, നമ്മൾ സ്വന്തമായിട്ടൊരു റൂമിലാണെങ്കിൽ നമുക്കതൊക്കെ പ്രൈവസി ഉണ്ടല്ലോ. ഇവിടെ പിന്നെ അതൊന്നും പറ്റത്തില്ല, എല്ലാവരും കൂടെ അല്ലേ. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കൊച്ച് ഫോൺ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളോട് സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞു, എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട്. അപ്പോൾ അവളിപ്പോൾ സൗണ്ട് കുറച്ച് വെച്ച്. അപ്പോൾ ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോണ വിശേഷങ്ങളാണ്. ഇനി പോയിട്ട് വന്നിട്ട് അടുത്ത വിശേഷങ്ങൾ പറയാം.